റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗിലേക്ക് നമ്മൾ പോകുന്നു. IAS ചേരിപ്പോരിനെ തുടർന്ന് ഫയലിൽ ഒപ്പിടാൻ N പ്രശാന്തിനെ വിലക്കിക്കൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് ഒപ്പിട്ട നോട്ട് പുറത്തായിരിക്കുന്നു. പ്രശാന്തിന് ഫയൽ സമർപ്പിക്കരുതെന്നും കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയതിലക് IASന്റെ ഓഫീസ് ഓർഡർ റിപ്പോർട്ടറിന് ലഭിച്ചു. 2024 മാർച്ച് 7-നാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സെക്രട്ടേറിയറ്റ് മാനുവലിന് വിരുദ്ധമായും വകുപ്പ് മന്ത്രി അറിയാതെയുമാണ് ഈ അസാധാരണമായ നിർദ്ദേശം. TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ജയതിലകും പ്രശാന്തും തമ്മിലുള്ള ഈ കൊമ്പ് കോർക്കൽ എനിക്ക് തോന്നുന്നു 2023 മാർച്ച് മാസം മുതലെങ്കിലും തുടങ്ങിയതാവണം. അതിന്റെ തുടർച്ചയായിട്ടാവാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നോട്ട് കുറിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു നോട്ടൊക്കെ കുറിക്കാൻ പറ്റുമോ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്? താഴത്തെ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫയൽ കാണേണ്ടെന്ന് പറയാൻ എന്ത് അധികാരമാണ് ഈ ജയതിലകിനെ പോലുള്ളവർക്കുള്ളത്? TV പ്രസാദ്. അരുൺ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2023 അരുൺ, 2024 അതായത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതിയാണ് ഇങ്ങനെ ഒരു കുറിപ്പ് പുറത്തിറക്കുന്നത്. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ് ഫയലുകളിൽ അഭിപ്രായം പറയുക എന്നുള്ളത്. അങ്ങനെ ഫയലുകളിൽ അഭിപ്രായം പറഞ്ഞാണ് കൃത്യതയുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അതുകൊണ്ട് ഫയലിൻ്റെ റൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പക്ഷേ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന N പ്രശാന്തിന് ഫയലുകൾ കൈമാറേണ്ടെന്നും പകരം N പ്രശാന്തിനെ മറികടന്ന് നേരിട്ട് ഫയൽ എത്തിക്കണം എന്നുമുള്ള നിർദ്ദേശമടങ്ങിയ കുറിപ്പാണ് ജയതിലക് ഓഫീസ് ഓർഡറായി ഇറക്കിയിരിക്കുന്നത്. അതിലെ സെൻറ്റൻസ് ഇങ്ങനെയാണ് അരുൺ: താഴെ പറയുന്ന ഫയലുകൾ ഒഴിച്ച് മറ്റെല്ലാ ഫയലുകളും, അതായത് ഏതാണ്ട് എല്ലാ ഫയലുകളും വരും, എല്ലാ ഫയലുകളും SC/ST BCD വകുപ്പുകളിലെ അഡീഷണൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറിമാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് നൽകേണ്ടതാണ്. അതായത് അതിനിടയിൽ SC/STയുടെ സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്ത് IASനെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് മന്ത്രി നിർദ്ദേശിച്ച, അതല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച ഫയൽ റൂട്ടിങ്ങിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ജയതിലകിൻ്റെ ഭാഗത്ത് നിന്ന് ഓഫീസ് ഓർഡറായി ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശമായി ഇക്കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതി നൽകിയത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകുകയുണ്ടായി N പ്രശാന്ത് IAS. തുടർന്ന് വകുപ്പ് മാറ്റം ആവശ്യപ്പെട്ടു. വൈകാതെ തന്നെ കൃഷി വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി അവിടെ നിന്ന് പ്രശാന്ത് പോവുകയും ചെയ്തു. അപ്പോഴെല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം, എന്തുകൊണ്ടായിരിക്കും പ്രശാന്തിനെ ഫയൽ കാണിക്കേണ്ടെന്ന നിർദ്ദേശം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക് ഇറക്കിയതെന്ന്. അതായത് നേരത്തെ ജയതിലക് നോക്കിയിരുന്ന പല ഫയലുകളിലും പ്രശാന്ത് തെറ്റുകൾ കണ്ടെത്തുകയും പ്രത്യേക അജണ്ടകൾ ഉണ്ടെന്ന സംശയത്താൽ അതിൽ തൻ്റെ എതിരഭിപ്രായം രേഖപ്പെടുത്തുകയും അത് ജയതിലകിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള തീരുമാനങ്ങളായി ഒടുവിൽ മാറുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പ്രശാന്ത് നേരത്തെ 5 ദിവസം മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ 4-ാമത്തെ പോയിന്റായി ഇക്കാര്യം വ്യക്തമായി പറയുന്നുമുണ്ട്. അതിൻ്റെ രേഖയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും എന്തുകൊണ്ടായിരിക്കാം ജയതിലകിനെതിരെ പരസ്യ വിമർശനവുമായി പ്രശാന്ത് രംഗത്ത് വന്നത് എന്നതിൻ്റെ മറുപടി കൂടിയാണ് ഈ രേഖ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അരുൺ. ഓക്കെ, TV പ്രസാദ്, ചുരുക്കത്തിൽ ആ ഫയലിൻ്റെ റൂട്ട് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇടപെട്ട് മാറ്റുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ N പ്രശാന്തിനെ പോലെയുള്ള സ്പെഷ്യൽ സെക്രട്ടറി ഇകഴ്ത്തുന്നതിന് തുല്യമാണ്. സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഫയൽ കണ്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമാണല്ലോ. അതായത് ഇവരിരുവരുടെയും തമ്മിലിടയിലുള്ള ഒരു അകൽച്ച, ഗോപാലകൃഷ്ണനെതിരെ സാന്നിധ്യം, ഇതെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ. അതായത് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് അത് തികച്ചും ഒഫീഷ്യലായ അകൽച്ച കൂടിയാണ് എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ പുറത്തു വന്ന ഫയൽ വെച്ച് നോക്കുന്ന സമയത്ത് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് നിങ്ങൾ മീറ്റിങ്ങുകളിൽ മാത്രം മിണ്ടാതെ പങ്കെടുത്താൽ മതി, അതിൻ്റെ നോട്ട് മാത്രം ഈ സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറിയാൽ മതി എന്നും ഒരു ഫയലും അദ്ദേഹത്തെ കാണിക്കാതെ നേരിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ വകുപ്പിൻ്റെ ചുമതലയുള്ള തന്നിലേക്ക് എത്തണം എന്ന് ജയതിലക് IAS പറയുന്നതിൻ്റെ ഉദ്ദേശം അതത്ര സത്യസന്ധമാണെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഫയൽ പോകുന്നതിന് ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിനെ എന്തിനാണ് വഴിതിരിച്ചു വിടുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുമ്പോഴാണ്
പ്രശാന്ത് പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം കൂടി നമ്മൾ വിലയിരുത്തേണ്ടത്. ഓക്കെ, TV പ്രസാദ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ SC/ST വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായ N പ്രശാന്തിനെ ബൈപ്പാസ് ചെയ്ത് നേരെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും ജോയിന്റ് സെക്രട്ടറിക്കും ഫയൽ കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അങ്ങനെ അതൊരു അസാധാരണമായ ഉത്തരവാണ്. 2024 മാർച്ച് മാസം 7-ാം തീയതിയാണ് ഇങ്ങനെയൊരു ഉത്തരവ് ജയതിലക് ഇറക്കിയത് എന്നാണ് ഇപ്പോൾ നമുക്കും കിട്ടിയിരിക്കുന്നത്. റിപ്പോർട്ടർ TVക്ക് അതിന്റെ പകർപ്പും കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥനെ ബൈപ്പാസ് ചെയ്ത് താഴത്തെ ഉദ്യോഗസ്ഥര് ആ ഉദ്യോഗസ്ഥനെ ഫയൽ കാണിക്കാതെ റൂട്ട് മാറ്റിവിടാനുള്ള ശ്രമം നടത്തുക, അത് ആ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഇനി ആ ഉദ്യോഗസ്ഥൻ ആ സ്ഥലത്ത് വേണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ ഉദ്യോഗസ്ഥനെ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറ്റാമല്ലോ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണതലത്തിൽ നടക്കുന്നത്. ചില ഉദ്യോഗസ്ഥർക്കിടയിലെങ്കിലും ജയതിലക് വേഴ്സസ് N പ്രശാന്ത് വേഴ്സസ് ഗോപാലകൃഷ്ണൻ, ഇതാണ് ഈ സംഭവത്തിന്റെ രത്ന ചുരുക്കം.